ഹായ് ഹലോ ഹോൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ടും നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ്. ലേൺ വൈസിൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് BAECH അഥവാ BA ഓണേഴ്സ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഇഗ്നോ ഓഫർ ചെയ്യുന്ന കോഴ്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരാൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പ്രോഗ്രാം ഗൈഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രം എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ മുഴുവൻ ലോകത്തിന്റെ തന്നെ സാമ്പത്തിക ഘടനയെ കുറിച്ചുള്ള അതിന്റെ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ളതും കറണ്ട് ലെവലുള്ളതും അതുപോലെ തന്നെ ഭാവിയിൽ വരാൻ പോകുന്നതും അല്ലെങ്കിൽ ഭാവിയിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു മേഖലയിൽ നിന്നുകൊണ്ട് അതിന്റെ ശാസ്ത്രീയപരമായ പഠനമാണ് എക്കണോമിക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇതിലൂടെ എക്കണോമിക്സിന്റെ ഡെവലപ്മെന്റ്സും ഗ്രോത്തും അതുപോലെ തന്നെ ഒരുപാട് പരിഷ്കാരങ്ങളും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കോഴ്സ് എടുക്കുന്ന ഒരാൾക്ക് ബേസ് ലെവലിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇഗ്നോയിൽ BA ഓണേഴ്സ് എക്കണോമിക്സ് എടുക്കാൻ വരുന്ന ഒരാൾക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഫീ സ്ട്രക്ചർ വരുന്നുണ്ട്, കോഴ്സ് ഡ്യൂറേഷൻ, അതുപോലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, സിലബസ് എന്താണ്, ഏതൊക്കെ കാറ്റഗറി ഓഫ് സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടൊരു നോളജ് കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ശരിക്കും ഈ ഒരു പ്രോഗ്രാം ഗൈഡ് എന്ന് പറയുന്നത് 43ഓളം പേജ് വരുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തതിനും പുറമെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. ഈ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കണം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാനും സാധിക്കും. നമ്മൾ എന്തായാലും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ഗൈഡിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് UGCയുടെ കീഴിൽ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഡിഗ്രി കോഴ്സ് 4 വർഷമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇഗ്നോയിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാം. ഇപ്പൊ BA എക്കണോമിക്സ് തന്നെ 4 വർഷം ഡിഗ്രി കോഴ്സ് ആയിട്ടും ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് അടുത്ത ഒരു അഡ്മിഷൻ സൈക്കിളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിന്റെ പ്രോഗ്രാം ഗൈഡും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 വർഷത്തെ BA ഓണേഴ്സ് എക്കണോമിക്സ് കോഴ്സിന്റെ പ്രോഗ്രാം ഗൈഡാണ്. അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഗൈഡിൽ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് പാർട്ട് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം ഡീറ്റെയിൽസ് കാണാം. അതിൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ബ്രീഫ് കാര്യങ്ങളുണ്ട്. അതുപോലെ BA ഓണേഴ്സ് എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. 4 പ്രധാനപ്പെട്ട കാറ്റഗറി ഓഫ് സബ്ജക്റ്റുകളാണ് വരുന്നത്. അതിൽ കോർ കോഴ്സുകളുണ്ട്, എലക്ടീവ് കോഴ്സുകളുണ്ട്, എബിലിറ്റി ഓർ സ്കിൽ എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സുകളുണ്ട്, പിന്നെ ജനറിക് എലക്ടീവ്സ് ഉണ്ട്. ഇത്തരത്തിലാണ് കാറ്റഗറി ഓഫ് കോഴ്സസ് അതിൽ വരുന്നത്. അതിനുശേഷം പ്ലാനിങ് യുവർ സ്റ്റഡീസ് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് അടുത്തതായി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫീ സ്ട്രക്ചർ ആൻഡ് സ്കെഡ്യൂൾ ഓഫ് പേയ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ജസ്റ്റ് നമ്മളൊന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനു പുറമെ പ്രധാനമായിട്ടും കോഴ്സ് ഡ്യൂറേഷൻ അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നീ കാര്യങ്ങളും കൂടിയാണ് പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാർട്ട് 2ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം സിലബസ് ഓഫ് കോഴ്സസ്. പാർട്ട് 2 കംപ്ലീറ്റ്ലി സിലബസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ സിലബസിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ പേപ്പറും അല്ലെങ്കിൽ ഓരോ കോഴ്സും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റ് എന്താണ്, എന്താണ് ബ്ലോക്ക്, എന്താണ് യൂണിറ്റ്, അതിലൊക്കെ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ പാർട്ട് 1ലേക്ക് ആദ്യം കടന്നു ചെല്ലാം. പാർട്ട് 1ൽ ആദ്യം തന്നെ ദ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അതായത് 1985 പാർലമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടെയാണ് നമ്മുടെ ഇഗ്നോ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു ലെഗസി ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പിന്നിലുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് BA ഓണേഴ്സ് എക്കണോമിക്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സെമസ്റ്റർ വൈസ് ആയിട്ട് ഓരോ കോളം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ കോർ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് വരുന്നുണ്ട്. രണ്ടാമത്തെ ഇതിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ, പിന്നെ എബിലിറ്റി ഓർ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ, പിന്നെ ജനറിക് കോഴ്സുകളായിട്ട് വരുന്നുണ്ട്. ഓരോന്നിന് ക്രെഡിറ്റും ടോട്ടൽ എത്രയാണെന്നുള്ളതാണ് ലാസ്റ്റ് കോളത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സെമസ്റ്റർ 1ലേക്ക് വരുമ്പോൾ കോർ കോഴ്സുകൾ 2 വരുന്നുണ്ട്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളൊന്നും വരുന്നില്ല. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് വരുന്നുണ്ട്. ജനറിക് ഇതുപോലെ കോഴ്സുകളിലും ഒരു പേപ്പർ കാണാം. ടോട്ടൽ ക്രെഡിറ്റ് 22 ആണ് സെമസ്റ്റർ 1ൽ വരുന്നത്. സെമസ്റ്റർ 2ലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ 2 കോർ കോഴ്സുകളുണ്ട്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളൊന്നുമില്ല. എന്നാൽ മറ്റ് എല്ലാ വിഭാഗത്തിലുള്ള കോഴ്സുകളുണ്ട്. 22 തന്നെയാണ് ടോട്ടൽ ഒരു ക്രെഡിറ്റ് വരുന്നത്. തേർഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ 3 കോർ കോഴ്സുകൾ കാണാം. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ ഇല്ല. എന്നാൽ എബിലിറ്റി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഒന്നുണ്ട്. അതുപോലെ തന്നെ ജനറിക് എലക്ടീവും ഒന്നുണ്ട്.
പിന്നെ നമ്മൾ അതിന് 28 കേട്ടോ ക്രെഡിറ്റ് വരുന്നത്. 4ാമത്തെ സെമ്മിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ 28 ക്രെഡിറ്റ് വരുന്നത്. അതിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ ഒഴിച്ച് ബാക്കി എല്ലാ തരം കോഴ്സുകളും ഉണ്ട്. അതിൽ കോർ കോഴ്സുകൾ തന്നെ 3 വരുന്നുണ്ട് ഈ ഒരു സെമസ്റ്ററിൽ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സെമസ്റ്റർ 5ലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ 2 വരുന്നുണ്ട്, കോർ കോഴ്സുകളും 2 വരുന്നുണ്ട്, മറ്റു തരം കോഴ്സുകളൊന്നും തന്നെ ഇല്ല. 24 ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത്. ഇനി അവസാന സെമസ്റ്റർ ആയിട്ടുള്ള 6ാം സെമ്മിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ കോർ കോഴ്സുകളും ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 കോർ കോഴ്സുകൾ വരുന്നുണ്ട്, 2 ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളും വരുന്നുണ്ട്. 24 ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലാണ് ഇവിടെ ക്രെഡിറ്റ് ഡിവിഷൻ സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ടോട്ടൽ 148 ക്രെഡിറ്റ്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ 14 കോഴ്സുകൾ, 14 നമ്മുടെ കോർ കോഴ്സുകളാണ്. അവയ്ക്ക് ടോട്ടൽ വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 84. ഓക്കെ, ബാക്കി സബ്ജക്റ്റുകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എലക്ടീവ് കോഴ്സുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കുക 5-6 സെമസ്റ്റേഴ്സിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ശേഷം എബിലിറ്റി ഓർ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 1st and 2nd സെമസ്റ്റേഴ്സിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ജനറിക് എലക്ടീവ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസിൽ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീ സ്ട്രക്ചർ ആൻഡ് സ്കെഡ്യൂൾ ഓഫ് പേയ്മെന്റ് ആണ്. ഇവിടെ നോക്കുക 9600 രൂപയാണ് ടോട്ടൽ ഈ കോഴ്സിന് വേണ്ടി 3 വർഷത്തേക്കും കൂടെ നമ്മൾ അടയ്ക്കേണ്ടത്. അതിൽ ഓരോ വർഷം 3200 രൂപ വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. ഫസ്റ്റ് ഇയർ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ 3200 രൂപയും എക്സ്ട്രാ 200 രൂപ രജിസ്ട്രേഷൻ ഫീയും നമ്മൾ അടയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് അടക്കുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യും 3200, തേർഡ് ഇയറിലേക്കും അതുപോലെ തന്നെ പോകുന്നു. സോ ഇതാണ് ഇതിന്റെ ഒരു ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പേയ്മെന്റ് മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് മെത്തേഡ് വഴി പേയ്മെന്റ് അവൈലബിൾ ആണ്. മാത്രമല്ല പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ റീഫണ്ടബിൾ അല്ല എന്നും യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അടുത്തതായിട്ട് കോഴ്സ് ഡ്യൂറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു 3 വർഷ ഡിഗ്രി കോഴ്സ് ആണ്. ബട്ട് നമുക്ക് 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താലും മതി. ഓക്കെ, 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ബട്ട് നമുക്ക് എക്സ്ട്രാ ഒരു 3 വർഷത്തിന്റെ എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. സോ ടോട്ടൽ 6 വർഷത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വർഷം നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു, എന്തെങ്കിലും രോഗം വന്നതുകൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചില സെമസ്റ്റേഴ്സോ ഇയറോ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതേ വന്നു, അല്ലെങ്കിൽ സപ്ലി ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ടൈം ലഭിക്കും. സോ ടോട്ടൽ 6 വർഷം കൊണ്ട് നമുക്ക് ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ പറയുന്ന 2 ഭാഷകൾ മാത്രമാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമ്മൾ മലയാളികളായതുകൊണ്ട് കൂടുതലും ഇംഗ്ലീഷ് എന്നത് തന്നെയായിരിക്കും നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കാൻ സാധ്യതയുള്ളത്. സോ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പഠനവും അതുപോലെ തന്നെ എക്സാം എഴുതുന്നതും ഒക്കെ തന്നെ ഇംഗ്ലീഷിലായിരിക്കണം. സോ ഇതോടുകൂടി പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പാർട്ട് 2ലേക്ക് കടക്കുകയാണ്, സിലബൈ ഓഫ് കോഴ്സസ്. സിലബസിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ കോർ കോഴ്സുകളാണ് കവർ ചെയ്യുന്നത്. അതിൽ ഒരു കോഴ്സാണ് BECC 101 കോഴ്സ് കോഡുള്ള ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കോഴ്സിന്റെ സിലബസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഓക്കെ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. അതിൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, മോണോപോളി എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, ഒളിഗോപോളി എന്താണ് തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അടുത്തത് ഫാക്ടർ മാർക്കറ്റ് ആണ്. ഇവിടെ പ്രൈസിംഗ് ഡിസിഷൻസ്, ലേബർ മാർക്കറ്റ്, ലാൻഡ് മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. പിന്നെ ഉള്ളതാണ് വെൽഫെയർ, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിന്റെ മുന്നോട്ട് പോക്കിനും അതിന്റെ ഫെയിലിയറിനും അല്ലെങ്കിൽ ഒരു നല്ല മെച്ചപ്പെടുത്തുന്നതിനൊക്കെ തന്നെ ഗവൺമെന്റിന്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു പേപ്പറാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് 1 എന്ന് പറയുന്നത്, BECC 102. ഇതിന്റെ സിലബസിലേക്ക് വരുമ്പോൾ പ്രിലിമിനറീസ് വരുന്നുണ്ട്. സെറ്റ് ആൻഡ് സെറ്റ് ഓപ്പറേഷൻസ്, ലോജിക്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഫംഗ്ഷൻസ് ഓഫ് 1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഡിഫറൻഷിയേഷൻ, സിംഗിൾ വേരിയബിൾ ഒപ്റ്റിമൈസേഷൻ, ഇന്റഗ്രേഷൻ, ഡിഫറൻസ് ഇക്വേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്താണ് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്, BECC 103. ഇതിലേക്ക് വരുന്ന സമയത്ത് മാക്രോ എക്കണോമിക്സിലുള്ള ഇഷ്യൂസ്, അതുപോലെ നാഷണൽ ഇൻകം, അക്കൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങൾ, മണി ഇൻ എ മോഡേൺ എക്കണോമി എന്താണ്, മണിയുടെ മോണിറ്ററി പോളിസി എന്താണ്, ഡിമാൻഡ് ഓഫ് മണി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മണി എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ മെഷർമെന്റ്, കോൺസെപ്റ്റ്, ടൈപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം. പിന്നെ വരുന്നത് ക്ലോസ്ഡ് എക്കണോമി ഇൻ ദി ഷോർട്ട് റൺ, അതുപോലെ ISLM അനാലിസിസ്, അതായത് പലതരം നിയോ ക്ലാസിക്കൽ സിന്തസിസ് ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അനാലിസിസും ഈക്വിലിബ്രിയം ഇൻ ദ റിയൽ സെക്ടർ ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്നു
മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് 2 എന്ന് പറയുന്നത് BECC 104 ആണ് കോഴ്സ് കോഡ് വരുന്നത്. ഇവിടെ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് പഠിക്കുന്നുണ്ട്, മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് 1, 2 പഠിക്കുന്നുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ലീനിയർ അൽജീബ്ര, മൾട്ടിവേരിയറ്റ് ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയ മാത്തമാറ്റിക്കൽ അപ്രോച്ചിലേക്കാണ് നമ്മൾ വീണ്ടും കടന്നു ചെല്ലുന്നത്. ശേഷം വരുന്ന പേപ്പറാണ് ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് 1 BECC 105 എന്ന് പറയുന്നത്. സിലബസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കൺസ്യൂമർ തിയറി വരുന്നുണ്ട്, അതിൽ തന്നെ പ്രിഫറൻസസ് ആൻഡ് യൂട്ടിലിറ്റി, കൺസ്യൂമർ ഇക്വിലിബ്രിയം, കൺസ്യൂമർ സർപ്ലസ്, അതുപോലെ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി ആൻഡ് ഇന്റർ ടെമ്പോറൽ ചോയ്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എങ്ങനെയാണുള്ളത്, അതുപോലെ ഈക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ എഫിഷ്യൻസി, അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നു. ശേഷം വരുന്ന സബ്ജക്ട് ആണ് ഇന്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സ് 1 BECC 106. സിലബസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, അഗ്രിഗേറ്റ് സപ്ലൈ കർവ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻസ്, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ഒരു മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്, പണപ്പെരുപ്പ് എന്താണ്, അൺഎംപ്ലോയ്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്സ് വരുന്നുണ്ട്, ഓപ്പൺ എക്കോണമി മോഡൽസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ മൊണ്ടൽ ഫ്ലെമിംഗ് മോഡൽ ഉണ്ട്, ഡോൺബേർട്സ് ഓവർ ഷൂട്ടിംഗ് മോഡൽ ഉണ്ട്, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക് പോളിസി ഇൻ ഓപ്പൺ എക്കോണമി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കണോമിക്സ് BECC 107 കോഴ്സ് കോഡാണ് വരുന്നത്. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, സമ്മറൈസേഷൻ ഓഫ് ബൈവേരിയറ്റ് ആൻഡ് മൾട്ടിവേരിയറ്റ് ഡാറ്റയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പ്രൊബാബിലിറ്റി തിയറി ഉണ്ട്, അതുപോലെ സാമ്പിളിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ തന്നെ ചിലപ്പോൾ ഒരുപാട് നമ്മൾ എന്താണ് പ്രാക്ടിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരുപാട് കേസ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഒരുപാട് നല്ല എക്സാമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പരീക്ഷയിൽ അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ വലിയ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും ഇതിനൊക്കെ സഹായിക്കും. അടുത്തത് ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് ആണ്, മൈക്രോ എക്കണോമിക്സ് 2 ആണ് വരുന്നത്. സിലബസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ജനറൽ ഇക്വിലിബ്രിയം, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ 1, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ 2, അതിൽ തന്നെ മോണോപോളി എന്താണ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്ന കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പിന്നെയാണ് ഇന്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സ് 2 എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. അതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത്, അതിൽ തന്നെ ഹറോഡ് ഡോമാർ മോഡൽ വരുന്നുണ്ട്, സോളോ മോഡൽ വരുന്നുണ്ട്, ബിസിനസ് സൈക്കിൾ വരുന്നുണ്ട്, എൻഡോജിനസ് ഗ്രോത്ത് മോഡൽസ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്റർ ടെമ്പോറൽ ചോയ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, അതുപോലെ ഡിമാൻഡ് ഫോർ മണി, അതിൽ തന്നെ കെയ്നേഷ്യൻ വ്യൂയിലൂടെയാണ്, അത് പോസ്റ്റ് കെയ്നേഷ്യൻ വ്യൂയിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ബ്ലോക്ക് 3ലേക്ക് വരികയാണെങ്കിൽ ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി, അവ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുന്നു. സ്കൂൾസ് ഓഫ് മാക്രോ എക്കണോമിക് തോട്ട്, അതിന്റെ എവല്യൂഷൻ ഓഫ് മാക്രോ എക്കണോമിക് തോട്ട് 1ഉം 2ഉം ആയിട്ട് 2 ഡിവിഷനിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശേഷം വരുന്ന സബ്ജക്ട് ആണ് ഇൻട്രോഡക്ടറി എക്കണോമെട്രിക്സ് BECC 110. സിലബസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എക്കണോമെട്രിക് തിയറി, അതിന്റെ ഫണ്ടമെന്റൽസ് ആണ് പറയുന്നത്, അതിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ റിഗ്രഷൻ മോഡൽസ്, 2 വേരിയബിൾ കേസ് പറയുന്നുണ്ട്, മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ് വരുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഓഫ് വയലേഷൻസ് ഓഫ് അസംപ്ഷൻസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ തന്നെ മൾട്ടി കോളിനിയാരിറ്റി, അതുപോലെ ഹെട്രോസെഡാസിറ്റി, അതുപോലെ ഓട്ടോ കോറിലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ എക്കണോമി 1, അതിന്റെ സിലബസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് സിൻസ് ഇൻഡിപെൻഡൻസ് ടൈം തൊട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റിനെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പോപ്പുലേഷൻ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, എന്താണ് ഡെമോഗ്രഫിക് ഫീച്ചേഴ്സ് അതിനെ ബാധിക്കുന്നു, എഡ്യൂക്കേഷൻ സെക്ടർ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് പോപ്പുലേഷനും ഹ്യൂമൻ ഡെവലപ്മെന്റും ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതായത് പോവേർട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇനീക്വാളിറ്റി എന്താണ്, അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. പിന്നെ ഇന്റർനാഷണൽ കമ്പാരിസൺസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ ഗവർണൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെയാണ് പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുള്ളത്. അടുത്തത് ഡെവലപ്മെന്റ് എക്കണോമിക്സ് 1 ആണ് BECC 112. ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സിലബസ് നോക്കുക, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അതിൽ ആദ്യം തന്നെ പറയുന്നത്, അതിന്റെ കോൺസെപ്റ്റ്, അതുപോലെ ഇന്റർനാഷണൽ കമ്പാരിസൺസ് വരുന്നുണ്ട്. പിന്നെ ഗ്രോത്ത് മോഡൽസ്, തിയറി ആൻഡ് എവിഡൻസ് ആണ് പറയുന്നത്, അതിൽ എന്താണ് ഹറോഡ് ഡോമാർ മോഡൽ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തത് വീണ്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്, ദ സോളോ മോഡൽ വരുന്നുണ്ട്, എൻഡോജിനസ് ഗ്രോത്ത് മോഡൽസ് ഉണ്ട്, അതുപോലെ ഡോമിനൻസ് ഓഫ് ഗ്രോത്ത് വരുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ഇനീക്വാളിറ്റി, പോവേർട്ടി തുടങ്ങിയ കാര്യങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4ലേക്ക് വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദി ഫംഗ്ഷനിങ് ഓഫ് ദി സ്റ്റേറ്റ്,
അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഡെമോക്രസി, തിയറീസ് ഓഫ് റെഗുലേഷൻ, ഗവൺമെന്റ് ഫെയിലർ ആൻഡ് കറപ്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ എങ്ങനെയാണ് കറപ്ഷൻ വളരെ മോശമായിട്ട് ബാധിക്കുന്നത്, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നു ഇന്ത്യൻ എക്കണോമി 2 BECC 113. ഇത് നോക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക് പോളിസീസ് വരുന്നുണ്ട്, അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ എന്നിവയെല്ലാം തന്നെ കവർ ചെയ്യുന്നു. പിന്നെ ഡെവലപ്മെന്റ് എക്കണോമിക്സ് 2 ഉണ്ട്, BECC 114 ആണ്. അതിൽ ഡെമോഗ്രഫി ആൻഡ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ, ട്രാൻസിഷൻസ്, പ്രോസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ലാൻഡ്, ലേബർ ആൻഡ് ക്രെഡിറ്റ് മാർക്കറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇൻഡിവിജ്വൽസ്, കമ്മിറ്റീസ് ആൻഡ് കളക്റ്റീവ് ഔട്ട്കംസ്, പിന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ കോർ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിലേക്ക് വരികയാണെങ്കിൽ എക്കണോമിക്സ് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, BECE 141. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എഡ്യൂക്കേഷനും ഹെൽത്തും എന്നുള്ളത്. അതുപോലെ റോൾ ഓഫ് ഹെൽത്ത് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് ഹെൽത്ത് എക്കണോമിക്സ് നോക്കുന്നുണ്ട്. ഹെൽത്ത് പോളിസി അല്ലെ, നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് പോളിസീസ് ഇപ്പൊ എന്താണ്, നമുക്ക് അതിൽ ഒരുപാട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ, എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്ലൈഡ് എക്കണോമെട്രിക്സ് ആണ് അടുത്ത പേപ്പർ, BECC 142. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എംപാരിക്കൽ ഇഷ്യൂസ് ഇൻ എക്കണോമെട്രിക് റിസർച്ച് വരുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ സ്റ്റേജസ് ഇൻ എംപാരിക്കൽ റിസർച്ച് ഉണ്ട്, സ്പെസിഫിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട്, മോഡൽ സെലക്ഷൻ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. പിന്നെ പാനൽ ഡാറ്റ മോഡൽസ് ഉണ്ട്. ഓക്കെ, പാനൽ ഡാറ്റ മോഡൽസ് എന്താണെന്നും അതിന്റെ എസ്റ്റിമേഷൻ ഒക്കെ തന്നെ അവിടെ പഠിപ്പിക്കുന്നു. പിന്നെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ റിഗ്രഷൻ അനാലിസിസ്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക് സോഫ്റ്റ്വെയർ പാക്കേജസ്. ഓക്കെ, ഇപ്പൊ വിവിധതരം സോഫ്റ്റ്വെയർ പാക്കേജുകൾ, അതിൽ GRETL, eViews, സ്റ്റാറ്റ തുടങ്ങിയവയെ കുറിച്ച് പഠിപ്പിക്കുന്നു. പിന്നെ എൻവയോൺമെന്റൽ എക്കണോമിക്സ് ഉണ്ട്, BECE 143. ഇതിനൊക്കെ തന്നെ 6 തന്നെയാണ് കേട്ടോ ക്രെഡിറ്റ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് എക്കണോമി ആൻഡ് എൻവയോൺമെന്റ് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിപ്പിക്കുന്നു. തിയറി ഓഫ് എക്സ്റ്റേണലൈറ്റീസ്, അതുപോലെ എൻവയോൺമെന്റൽ പോളിസി, ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, വാല്യുവേഷൻ ഓഫ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതുപോലെ എൻവയോൺമെന്റൽ ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ എക്കണോമിക്സിലേക്ക് വന്നിരിക്കുകയാണ്, BECE 144. അതിന്റെ സിലബസ് നോക്കിയാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്സ്, ഡിറ്റർമിനിസ്റ്റിക് ക്യാഷ് ഫ്ലോ സ്ട്രീംസ്, സിംഗിൾ പീരിയഡ് റാൻഡം ക്യാഷ് ഫ്ലോസ്, അസറ്റ് പ്രൈസിംഗ്, പ്രൈസിംഗ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ആൻഡ് അതർ ഡെറിവേറ്റീവ്സ്, അതുപോലെ കോർപ്പറേറ്റ് ഫിനാൻസ് ആൻഡ് പോളിസി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ടച്ച് ചെയ്യുന്നത്. തേർഡ് കാറ്റഗറിയാണ് എബിലിറ്റി ഓർ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ എന്ന് പറയുന്നത്. അതിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒന്നാം സെമസ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആണ്. സെമസ്റ്റർ 1 വരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും എന്താണ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്താണ്, അതിന്റെ കൺസേൺസ്, പിന്നെ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസുകളും പോളിസീസും ഒക്കെ തന്നെയാണ് ഇവിടെ ടച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് BEGA 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. 3 ബ്ലോക്കുകളിൽ 11 യൂണിറ്റ് ഉള്ള ഒരു സബ്ജക്ട് ആണിത്. 4 ക്രെഡിറ്റ് വരുന്നത്. ഓക്കെ, ലാംഗ്വേജുമായി, ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദി സബ്ജക്റ്റുകൾ കൂട്ടത്തിൽ വരുന്നുണ്ട്. അടുത്ത ഒന്നാണ് ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. തേർഡ് സെമസ്റ്ററിൽ വരുന്ന ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് ഇത്. 4 ക്രെഡിറ്റ് വരുന്നത്. പിന്നെ വരുന്നതാണ് BECS 184 ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രസന്റ് എയർ ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റി, ഇൻഫർമേഷൻ ഈസ് വൺ ഓഫ് ദി മേജർ ഡ്രൈവിംഗ് ഫോഴ്സസ് ഫോർ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. അതായത് ഡാറ്റ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സബ്ജക്ട് ആണിത്. 4 ക്രെഡിറ്റ് വരുന്നത്. അതിന്റെ സിലബസ് നമുക്ക് ഇവിടെ കാണാം. റിവ്യൂ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ്, ഡാറ്റ കളക്ഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതുപോലെ തന്നെ കോമ്പോസിറ്റ് ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഇത്രയുമാണ് അതിന്റെ ബ്ലോക്കുകൾ. ഇത് നമ്മൾ ജനറിക് എലക്ടീവ്സിലേക്ക്, അവസാന കാറ്റഗറി ആയിട്ടുള്ള ജനറിക് എലക്ടീവ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ BSOG 171 ഇന്ത്യൻ സൊസൈറ്റി, ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. 6 ക്രെഡിറ്റ് വരുന്നത്. സിലബസ് നോക്കുകയാണെങ്കിൽ ഐഡിയാസ് ഓഫ് ഇന്ത്യ, എന്താണ് ഇന്ത്യൻ സിവിലൈസേഷൻ, കൾച്ചർ, ഇന്ത്യ ആസ് എ കോളനി, ഇന്ത്യ ആസ് എ ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിട്ട് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ബ്ലോക്ക് 1 വരുമ്പോൾ, ബ്ലോക്ക് 2 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സുകൾ, അതായത് ഇന്ത്യയിലെ വില്ലേജ്, ഇന്ത്യയിലെ അർബൻ റീജൻസ്, ഇന്ത്യയിലെ
എന്താണ് ഭാഷ, മതം, അതുപോലെ തന്നെ മനുഷ്യരുടെ ഓരോ ജീവിത രീതികൾ, അതുപോലെ തന്നെ മനുഷ്യന്റെ കാസ്റ്റ്, ക്ലാസ്, വിശ്വാസം, ട്രൈബ്, ഫാമിലി, മാരേജ്, അതുപോലെ തന്നെ ഓണർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ക്രിറ്റിക്സ് ആയിട്ടുള്ള ഒരു ബ്ലോക്കോട് കൂടിയാണ് അത് എൻഡ് ചെയ്യുന്നത്. പിന്നെ BPH 172 ഉണ്ട്, ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, 6 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. ഇതിൽ ഗവൺമെന്റ് ആൻഡ് ഗവർണൻസ് അതിന്റെ കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്നു. ഗവർണൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്, ഗവർണൻസിന്റെ എമേർജിംഗ് പേഴ്സ്പെക്ടിവ്സ്, അതുപോലെ ലോക്കൽ ഗവർണൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഗുഡ് ഗവർണൻസ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, പബ്ലിക് സർവീസ് ഗ്യാരണ്ടി ആക്ട്, സിറ്റിസൺസ് ചാർട്ടർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് BPH 173 ഇ ഗവേണൻസ്. ഇ ഗവേണൻസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇ ഗവേണൻസ് എ കോൺസെപ്റ്റുവൽ ഫ്രെയിംവർക്ക്, ഇ ഗവേണൻസിന്റെ ഇമ്പോർട്ടന്റ്, ICT അഡ്മിനിസ്ട്രേഷൻ അതിന്റെ റോള്, അതുപോലെ റോൾ ഓഫ് ICT ഇൻ ലോക്കൽ ഗവേണൻസ് എന്തൊക്കെയാണെന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ടെക്നോളജിയുമായിട്ട് ഗവേണൻസിനെ ആഡ് അല്ലെങ്കിൽ മിക്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, BPH 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമുക്കറിയാലോ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അതിന്റെ കോൺസെപ്റ്റ്, ഡെവലപ്മെന്റ് ഐഡിയാസ്, ഡെവലപ്മെന്റ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സാധ്യതകൾ, ഭാവിയിലുള്ള സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മുടെ ബി ഓണേഴ്സ് എക്കണോമിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരാൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിലബസും നമ്മൾ കാര്യമായിട്ട് തന്നെ അത്യാവശ്യം ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക, നല്ല രീതിയിൽ അത് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, ലേൺ വൈസിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള വാട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്, അതിൽ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ മറന്നു പോകേണ്ട, ഇത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആയിട്ടുള്ള ബി ഓണേഴ്സ് എക്കണോമിക്സിന്റെ പ്രോഗ്രാം ഗൈഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ ഐഡിയ പ്രകാരമുള്ള 4 വർഷമുള്ള ഈ ഡിഗ്രി ബി ഓണേഴ്സ് എക്കണോമിക്സിന്റെ പ്രോഗ്രാം ഗൈഡ് വരുന്നതോടുകൂടി അതിന്റെ വീഡിയോസുമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഇതിലൂടെ, ഈ ഒരു പഠനത്തിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ ബേസ് ലെവൽ പഠനം ബി ഓണേഴ്സ് എക്കണോമിക്സ് വഴി ലഭിക്കും. എന്നാൽ ഇതിന്റെ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് MA എക്കണോമിക്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ എടുക്കാം. അതിനുള്ള എല്ലാവിധ സ്ട്രക്ചറും അല്ലെങ്കിൽ ഒരു ബേസ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ലേൺ വൈസ് കോച്ചിങ് നൽകുന്ന മറ്റൊരു ഇഗ്നോ കോഴ്സിന്റെ പ്രോഗ്രാം ഗൈഡുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.